എവരിവൺ അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വ്ളോഗ് എടുക്കാൻ പോവുകയാണ്. അപ്പം എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് സ്നേഹമുള്ള ആൾക്കാർ ചോദിച്ചു എനിക്ക് വെറുതെ നിൽക്കുകയല്ലേ ഒരു വ്ളോഗ് പിടിച്ച് നിന്നൂടെ എന്നൊക്കെ. അപ്പം ഇനി ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ പണിയില്ലാണ്ട് എങ്ങനെ ഇരിക്കാം അന്നത്തെ അതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഉമ്മ ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട്, അപ്പം നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം ഗൈസ്. അപ്പോൾ പായസം ഉണ്ടാക്കുന്നത് പോയി നോക്കാം. പായസമാവോ കഞ്ഞിയാവോ എന്ന് കണ്ടറിയാം. ഇവിടെ അങ്ങനെയാണ് ഗൈസ്, കഞ്ഞിയായ പായസമാവും, പായസമായ കഞ്ഞിയാവും, ഇതാണ് അവസ്ഥ. അപ്പം മമ്മി പായസത്തിൻ്റെ എന്ത് പായസം? അപ്പം അതിൻ്റെ പേരാണ് കഞ്ഞിപ്പായസം. നമ്മൾ സേമിയ പായസം എന്ന് പറയാറില്ലേ, അതാണ്. പായസം ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ എന്തൊഴിച്ചു? പാലൊഴിച്ചു, പിന്നെ പിന്നെ ഇപ്പൊ ഒഴിച്ചല്ലേ ഇനി ആവശ്യത്തില് സേമിയ ഇടണോക്ക് ഗൈസ്. മമ്മി കുക്ക് ചെയ്യട്ടെ, അപ്പോൾ അതിന് ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് വരട്ടമ്മ. ഗൈസ്, ഞാനിനി ഫിനു ഇങ്ങനെ വെറുപ്പിക്കാൻ പോവാണ്. അപ്പോൾ വെറുപ്പിക്കൽ ഇഷ്ടമുള്ളവരൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് കൂടുകളെ. പിന്നെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഫിനു എങ്ങനെ വ്ളോഗ് എടുക്കല്, വോയിസ് പിന്നെ റെഡി ആക്കലാണോ എന്നൊക്കെ. ആദ്യം ഞാൻ വ്ളോഗ് ഇട്ടപ്പം ആദ്യം ഞാൻ വ്ളോഗ് ഇടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കും, പിന്നെ ഇൻഷോട്ടിൽ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കലാണ്. ഇനി ഞാൻ അങ്ങനെയല്ല ഗൈസ്, ഓപ്പണായിട്ട് ഡയറക്റ്റ് ഇപ്പം അങ്ങനെ ആകുമ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇത് കിട്ടും. നേരെ മറിച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ എൻ്റെ ലാംഗ്വേജ് മാറും ചെയ്യും, ടോണ് മാറും ചെയ്യും. ഇപ്പോഴത്തെ ടോണെന്ന് പറയുമ്പം എനിക്കൊരു ജലദോഷം കിച്ചൊക്കെ ഉണ്ട് ഗൈസ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് അപ്പോൾ കിട്ടില്ല ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ഇങ്ങനെ ലൈവിലായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ലൈവ് കാണുന്ന പോലൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാം. ഓക്കെ, ഞാനിങ്ങനെ തെണ്ടിട്ട് ചിലപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ വ്ളോഗിൽ ഇങ്ങനെ വരും, ഞാൻ എവിടേക്ക് പോണത്, ഞാൻ എന്ത് ചെയ്യണത്, വീട്ടിലെന്താ എനിക്ക് പണി എന്നൊക്കെ. ഉമ്മാനെ പായസം തളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ പായസം കുടിക്കൽ മിൽക്ക് മേഡിൻ്റെ ബോട്ടിലാണ് ഗൈസ് കുടിക്കാറ്. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സ്വന്നുണ്ടോ? എന്നെ പോലത്തെ മിൽക്ക് മേഡിൻ്റെ ബോട്ടിലെടുക്കും, അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ്, ഇതിൽ ഞാൻ പായസം ഒഴിക്കും, ഇതിൽ കുറച്ച് പായസം, ഇതിൽ മിൽക്ക് മേഡില്ലമ്മ ഒഴിവാക്കിയില്ലല്ലോ. ഇതിൽ കുറച്ച് പായസം ഒഴിച്ചു, എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ കുടിക്കുക ഗൈസ്. അങ്ങനത്തെ ഒക്കെ മൂച്ചിപ്പിരാന്താണ് എനിക്ക്. ഇങ്ങനെ ഗൈസ് ഇമ്മാൻ്റെ പായസം റെഡിയായി. ഇനിയിപ്പോൾ എനിക്ക് തരുന്ന ക്ലാസ് നിങ്ങൾ കാണണം. ആ ക്ലാസ്സിലാണ് ഞാൻ കുടിക്കാറ് പായസം ഉണ്ടാക്കുമ്പോൾ. ആദ്യം നിങ്ങൾക്ക് പായസം പറ്റിയേയില്ലേന്നു, എനിക്ക് രസം മതിയേന്. രസം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓണസദ്യ തിന്നാൻ പോകുമ്പോൾ പായസത്തിന് പകരം പായസത്തിൻ്റെ ഗ്ലാസ്സിൽ ഞാൻ ഒഴിവാക്കിയിട്ട് രസം ഒഴിച്ച് കുടിക്കാനും. പായസം എനിക്ക് അങ്ങനെ പറ്റൂല. പക്ഷേ സേമിയ പായസം ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കുടിക്കൽ തുടങ്ങി. അതെങ്ങനെ വെച്ചാൽ ആ കുടിക്കുന്ന ക്ലാസ്സാണ് ഞാൻ നേരത്തെ കാണിച്ചത്, മിൽക്ക് മേഡിൻ്റെ ടിന്നിൽ. അതിൽ പായസം ഒഴിച്ചിട്ടാണ് കഴിക്കാറ്. ഇപ്പം എന്താറില്ല ഗൈസ്, പായസം കുടിക്കാൻ നട്ടുച്ചക്കൊരു പൂതി. അപ്പം ഞാൻ ഒപ്പിച്ച് ഗായ്സ് ഉമ്മാനോട് ഉണ്ടാക്കി തരുമോ ചോദിച്ചു. മുപ്പത്തേര് ആ കൂടുതലായതുകൊണ്ട് പായസം റെഡിയായി. അപ്പം ഇതിലാണ് ഗായ്സ് ഞാൻ കുടിക്കാറ്. ഇത് തീരുമ്പോൾ ഞാൻ ഇതൊക്കെ പിന്നെ ചോദിച്ചു. ആ പായസം കാണിച്ചു തരാതാ. അപ്പം എൻ്റെ ക്ലാസ്സിൽ പായസം ഇതാണ് ഉമ്മാൻ്റെ പായസം. എന്താ ബ്യൂട്ടിഫുൾ പായസം. അപ്പം ഇത് കുടിച്ചിട്ട് പായസം എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക്. അടിച്ചോനെ വ്ളോഗ് എടുത്തോണ്ടാ തോന്നുന്നുണ്ട് ടേസ്റ്റ്. അൽഹംദുലില്ലാഹ്. ഗൈസ്, ഞാൻ എന്നും ഇനി വ്ളോഗ് എടുത്ത് വരാം, എന്നാൽ എനിക്കിങ്ങനെ ഇതേപോലെ തിന്നാൻ കിട്ടും. നാളേക്ക് ഞാനൊരു സാധനം പറയട്ടെ.
അത് ഇതേമാതിരി ടേസ്റ്റ് ഉണ്ടാക്കിയോ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാനിങ്ങനെ വ്ളോഗ് ഇടും. ചിലപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇന്ന് പായസമാണെങ്കിൽ നാളത്തെ വ്ളോഗിൽ തല്ലേക്കാരം. ഓക്കെ, ബൈ ബൈ.